പട്ടയ വിതരണത്തിന്റെ മറവിൽ വ്യാപക വനം ഭൂമി കയ്യേറ്റം നടന്നെന്ന ആരോപണവുമായി കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി ആൻഡ് ചാരിറ്റി ഫോഴ്സ് പ്രതിനിധികൾ. അരിപ്പ സമരഭൂമിയിൽ കഴിഞ്ഞ 13 വർഷമായി ഭൂമിയില്ലാതെ കുടിലുകെട്ടി കഴിയുന്ന ആദിവാസികളെയും മറ്റു പിന്നോക്ക വിഭാഗക്കാരെയും ഒഴിവാക്കിക്കൊണ്ടുള്ള പട്ടയ വിതരണമാണ് നടക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏരൂർ റിസർവ് ഭൂമിയിൽ നിന്നും 100 ഏക്കർ വനഭൂമിയും ആര്യങ്കാവ് റിസർവ് ഭൂമിയിൽ KIPയുടെ കൈവശമുണ്ടായിരുന്ന 62 ഹെക്ടർ ഭൂമിയും കാലാവധി കഴിഞ്ഞ പ്രകാരം 24/2/2026 തിരികെ വനം വകുപ്പിന് ഏൽപ്പിക്കുന്നതിനു പകരം റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് കുളത്തൂപ്പുഴയിൽ വെച്ച് നടക്കുന്ന പട്ടയമേളയിൽ ഭൂമാഫിയകളുടെ ബിനാമികൾക്കും സ്വന്തമായി വീടും ഭൂമിയുമുള്ളവർക്കും വിതരണം ചെയ്യുകയാണെന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി ആൻഡ് ചാരിറ്റി ഫോഴ്സ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ WPC നമ്പർ 202/1995 15/5/2025 കേസ്, അതിൽ പറഞ്ഞിരിക്കുന്ന വസ്തുത സ്വകാര്യ വ്യക്തികൾക്കോ മറ്റ് സ്ഥാപനങ്ങൾക്കോ വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഒരു കാരണവശാലും പാടില്ല എന്നുള്ള നിബന്ധനയാണ്. അതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി 19/6/2025 11/9/2025 GOMS 182/178/2025 പ്രകാരം അരിപ്പ സമരഭൂമിയിൽ കഴിഞ്ഞ 13 വർഷമായി ഭൂമിയില്ലാതെ കുടിൽകെട്ടിക്കഴിയുന്ന ആദിവാസികളെയും മറ്റു പിന്നോക്ക വിഭാഗക്കാരെയും ഒഴിവാക്കിക്കൊണ്ടുള്ള പട്ടയ വിതരണമാണ് നടക്കുന്നതെന്നും ഈ സ്ഥലത്ത് 1 മാസക്കാലമായി ഭൂമാഫിയകൾ, തടിമാഫിയകൾ, ചില രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ ഉദ്ദേശത്തിൽ നിരന്തരം കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇത് ഞങ്ങൾ കിടക്കുന്ന മണ്ണ് ഞങ്ങൾ മാറിക്കൊടുക്കണം. ഈ സമരഭൂമി വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയവരാ. ഇന്ന് അവര് വന്ന് ഒരു തുണ്ട് പേപ്പർ കാണിച്ച് എന്നെ എന്റെ കുടുംബത്തെ വലിച്ചെടുത്ത് കുന്നിന്റെ മേലോട്ട് ഞങ്ങൾ എവിടെ പോകണം? ഇത് എനിക്കെന്നും ഇതേ ഉള്ളൂ ചോദിക്കാനും കൊണ്ട്. ഈ നാട്ടിൽ കിടക്കുന്ന എല്ലാവരും പോയപ്പോൾ സുഖിച്ച് ഈ ഇരുട്ടിനകത്ത് ഞങ്ങൾ ഇത്രയും വർഷം ഞങ്ങൾ കിടന്ന് നാട്ടിൽ കിടന്ന് സുഖിച്ചവർക്ക് ഇന്ന് ഞങ്ങൾ മണ്ണ് മേടിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ എങ്ങോട്ട് പോകണം? ഈ കൊല്ലം ജില്ല കിടക്കുന്ന ഞങ്ങൾ എവിടെ പോകണം? നിങ്ങൾ ഞങ്ങൾക്ക് സമാധാനം പറയണം. ഒരു കുടുംബമല്ല, എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയാമോ? ഇന്ന് ഞങ്ങൾ കിടക്കുന്നവർക്കൊന്നും മണ്ണില്ല. നാട്ടിൽ കിടക്കുന്നവരെല്ലാം ഇന്നലെ അവിടെ 2000 രൂപ വെച്ച് പിരിവെടുക്കുന്ന പത്രസമ്മേളനമോ എനിക്കറിഞ്ഞൂടാ. ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ. വിശദമായ പരാതി ഗവർണർ, ചീഫ് സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, വനം പ്രിൻസിപ്പൽ സെക്രട്ടറി, പുനലൂർ തഹസീൽദാർ, ഇടമൺ വില്ലേജ് ഓഫീസർ, പോലീസ് മേധാവി എന്നിവർക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും സംഘടനാ ജനറൽ സെക്രട്ടറിയും പരിസ്ഥിതി പ്രവർത്തകനുമായ മധു P. സാന്ത്വനം, അരിപ്പ ഭൂസമരഭൂമിയിലെ താമസക്കാരായ സരസ്വതി, ശാന്ത, രാധാകൃഷ്ണൻ, ഇബ്രാഹിം കുട്ടി, സാന്ത്വനം, KJ പ്രസേനൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.